സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ അദാലത്ത് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈനായി പരാതികൾ സ്വീകരിച്ചു. ഏതാണ്ട് 1000-ലധികം പരാതികൾ നമ്മുടെ ജില്ലയിൽ ഇതിനകം വന്നിട്ടുണ്ട്. 1000-ലധികം പരാതികളെന്ന് മാത്രമല്ല, നമ്മളിപ്പം ഈ ഓൺലൈനായിട്ട് പരാതികൾ നൽകാൻ സാധിക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകണം. അതിനുവേണ്ടി അന്ന് രാവിലെ പ്രത്യേകമായിട്ട് പുതിയ രജിസ്ട്രേഷൻ, പുതിയ പരാതികൾ സ്വീകരിക്കാനുള്ള ഒരു കൗണ്ടർ കൂടി അവിടെ ആരംഭിക്കും. അപ്പം അതും ഏതൊക്കെ പരാതികൾ നൽകാം, പലർക്കും സംശയമുണ്ട്. നമുക്ക് എന്ത് പരാതിയും ഈ അദാലത്തിൽ പരിഗണിക്കുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. അങ്ങനെ എല്ലാ പരാതിയല്ല, പ്രത്യേകമായിട്ട് 11 മേഖലയിലുള്ള പരാതികളാണ് ഇതിൽ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ ഒന്ന് ഈ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പരാതികളാണ്. അത് സ്ഥാപനങ്ങളുണ്ടാകും, സംരംഭകരായിട്ട് വരുന്നവരുടെ സ്ഥാപനങ്ങളുണ്ട്, പിന്നെ വീടുകളുണ്ട്, മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ നൽകാം. പിന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ട പരാതികൾ, ഈ വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ സാധിക്കും. സിവിൽ രജിസ്ട്രേഷൻ, ജനനം മരണം ഉൾപ്പെടെയുള്ള വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ വേണ്ടി സാധിക്കും. പിന്നെ നികുതികളാണ്. നികുതികളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, നിരവധി പരാതികൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുണഭോക്തൃ പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ, പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട പരാതികൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മാലിന്യ സംസ്കരണം, പൊതു സൗകര്യങ്ങൾ, പൊതുസുരക്ഷ, ആസ്തി മാനേജ്മെൻറ്റ്, മറ്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ പരാതികളെല്ലാം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് സംശയം, ഈ ലൈഫുമായി ഇപ്പോൾ വീട് കിട്ടാത്തവർ പലരും ഉണ്ട്. ഇപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഈ അദാലത്തിൽ നൽകിയാൽ അത് പരിഗണിക്കുമോ എന്നതാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ ഈ അദാലത്തിൽ സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് സർവീസ് വിഷയങ്ങൾ ഈ അദാലത്തിൽ സ്വീകരിക്കുന്നില്ല. മറ്റ് അപേക്ഷകളൊന്നും, അങ്ങനെയുള്ള അപേക്ഷകളൊന്നും തന്നെ ഈ അദാലത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ അദാലത്തിൽ പങ്കാളികളാവും. തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും എന്നാൽ സമയബന്ധിതമായ സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ എന്നിവയും അദാലത്തിൽ പരിഗണിക്കും. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും എഞ്ചിനീയർമാരും അദാലത്തിൽ പങ്കെടുക്കുമെന്നും ദിവ്യ അറിയിച്ചു. അദാലത്തിന് 5000-ലേറെ പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചു ഭാഗം തീർപ്പാക്കിയിട്ടുണ്ട്. പരാതി ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 500-ലേറെ പരാതികളാണ് ഈ വിഷയത്തിൽ ലഭിച്ചതെന്നും പി ദിവ്യ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി സറീന എ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.